ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഒരു വിഷയം പറയാനാണ് ഞാൻ വന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഇന്നലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന തൃശ്ശൂരിലെ ഒരു വിശേഷമാണ്. അതായത് തൃശ്ശൂരിലല്ല, ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള പെരിങ്ങോട്ടുകര, അതായത് തൃശ്ശൂർ തൃപ്രയാറിനടുത്തുള്ള പെരിങ്ങോട്ടുകര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന അമ്പലത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ചുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അവിടെ അതിന് മഠാധിപതിയല്ല, ഇപ്പോഴത്തെ അധിപനായിട്ടുള്ള ഉണ്ണി ദാമോദരനും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ശിഷ്യനായിട്ടുള്ളൊരു പൂജാരിയും ചേർന്ന് ഒരു സ്ത്രീ, കർണാടകയിലുള്ള ഒരു സ്ത്രീയോട് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു. അവരെ മറ്റുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വലിയ വിഷയവും കാര്യങ്ങളൊക്കെ ഇന്ന് കേസൊക്കെ ആയി അറസ്റ്റ് ചെയ്തു എന്നോ പറഞ്ഞു, അല്ലെങ്കിൽ ഉണ്ണി ദാമോദരൻ മുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയൊരു ന്യൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചാ വിഷയമുള്ള സംഭവം. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം ഈ അമ്പലവുമായിട്ട് ഏകദേശം ഒരു 25 വർഷത്തെ അടുപ്പമുള്ളൊരു വ്യക്തിയാണ് ഈ അമ്പലമായിട്ടെന്ന് പറഞ്ഞാൽ. അടുപ്പം എന്ന് പറഞ്ഞാൽ പോകാറുണ്ട്, വല്ലപ്പോഴൊക്കെ പോകാറുണ്ട്. പക്ഷേ 20-25 വർഷം മുമ്പ് ചെറിയൊരു അമ്പലം മാത്രമായിരുന്നു. ഇവരുടെ അച്ഛൻ, മഠാധിപതി അച്ഛൻ ആയിരുന്നു അന്ന്. ദാമോദരൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അന്ന്, വളരെ പ്രശസ്തനായിരുന്നു. അവർ ഈഴവ കാസ്റ്റുള്ള ഒരു ഫാമിലിയാണ്. ഞങ്ങൾക്ക് ചെറിയ ഡിസ്റ്റൻറ്റ് റിലേഷനൊക്കെ വേണമെങ്കിൽ വരാം എന്ന് പറയാം. അങ്ങനെയുള്ള ഫാമിലിയാണ്. കാനാടി എന്ന് പറഞ്ഞ തറവാട്ടിലെ അവരുടെ ഫാമിലിയാണത്. അങ്ങനെ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ ഈ അവണങ്ങാട് കളരി എന്ന് പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള ശിവൻ, ഈ വിഷ്ണുമായ ക്ഷേത്രം ഉണ്ട് ഇവിടെ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, പെരുങ്ങോട്ടൂർ തന്നെയാണ് അവണങ്ങാട് എന്ന് പറഞ്ഞ ക്ഷേത്രം. അവിടെയാണ് മെയിനായിട്ടുള്ള ഈ വിഷ്ണുമായയുടെ ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലിട്ട്. നമ്മളൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇനി വേറെ സ്ഥലങ്ങളിൽ അതിൻ്റെ ഹെഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് വിഷ്ണുമായയുടെ മെയിൻ, അതായത് ശരിക്കും പറയാച്ചാൽ കേരളത്തിൽ ഗുരുവായൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണമെങ്കിൽ ഇപ്പോൾ തിരക്കുള്ള സ്ഥലം ഈ അവണങ്ങാട് എന്ന് പറഞ്ഞ പണിക്കന്മാരുടെ അമ്പലമാണ്. വിഷ്ണുമായ ക്ഷേത്രത്തിലാണ് ഏറ്റവും, രഘുനാഥ പണിക്കരുടെ നമുക്ക് അത്ര വേണ്ടപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഒരു 10 കൊല്ലം മുമ്പുള്ള പോലും അല്ല, ഇന്ന് 5-10 വർഷം മുമ്പ് പോലും ഇത്രയും തിരക്കണം. ഇപ്പോൾ തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രയും തിരക്ക്. കാരണം ജനങ്ങൾക്ക് അത്രയും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് വിഷ്ണുമായനെയാണ് ഇപ്പോൾ എല്ലാവരും കൂടുതൽ വിശ്വസിക്കുന്നതും കാര്യങ്ങളും. വലിയ നമ്മുടെ പെട്ടെന്ന് കാര്യം നടക്കാനുമുള്ള രീതിയിൽ അങ്ങനെ ആയിരിക്കണം, അല്ലാണ്ട് ഇത്രയധികം ജനങ്ങൾ വരില്ലോ. അത് പല കേരളത്തിൽ നിന്ന് മാത്രമല്ല, പല നാടുകളിൽ നിന്നുള്ള ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെ നിൽക്കുന്ന ഈഴവരുടെ അമ്പലങ്ങളാണ് ഈ പറഞ്ഞ കാനാടി മഠം, കാനാടിക്കാവ്, അങ്ങനെ തറവാട് എന്ന് പറഞ്ഞാൽ കുറേ അമ്പലങ്ങൾ ആ ചുറ്റുപാട് തന്നെയുണ്ട്. അവരൊക്കെ വലിയ ബിസിനസ്സായിട്ട് തന്നെയാണ് ഈ അമ്പലങ്ങളെ കൊണ്ട് നടക്കുന്നത്. കാരണം അത്രയും സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്തിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പെരിങ്ങോട്ടുകര ഉള്ള ദേവസ്ഥാനം എന്ന സ്ഥലം, അത് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരു ഗ്രാമം മുഴുവൻ അവരുടേതായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരു 10-20 വർഷം മുമ്പൊന്നും ഇല്ലാത്ത സെറ്റപ്പാണ് ഇപ്പോൾ അവരുടെ. അതായത് അവരുടെ വലിയ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ